ഹേമ കമ്മിറ്റിയിലേക്കാണ് ഒരിക്കൽ കൂടി അല്ലേ? കാരണം ഈ നമ്മൾ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പോക്സോ ആരോപണങ്ങൾ ഉൾപ്പെട്ടിരുന്നു. അന്ന് തന്നെ അത് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അത് എന്തുകൊണ്ട് സ്വമേധയാ സർക്കാർ കേസ് എടുത്തില്ല? കാരണം പോക്സോ ആകുമ്പോൾ കേസ് എടുക്കാമായിരുന്നല്ലോ, അതിനൊഴിവ് പറയാനത് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എടുത്തില്ല എന്നൊരു വലിയ ചോദ്യം നിലനിന്നിരുന്നു. വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു, വിവാദങ്ങളുണ്ടായിരുന്നു. 4 വർഷമായി കയ്യിലിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ സമ്മർദ്ദ ഫലമായിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിശ്ചിതമായ വിമർശനങ്ങൾ, വളരെ കൃത്യമായ നേരിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്നാണ് ഇത്. എന്തുകൊണ്ട് നടപടികളുണ്ടായില്ല, എന്തുകൊണ്ട് നിയമ നടപടികൾ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതി ഉയർത്തിയിരുന്നു. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് പോക്സോ ആരോപണങ്ങളിൽ കേസെടുക്കാൻ, നേരിട്ട് തന്നെ കേസെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് അതിക്രമങ്ങളിൽ പരാതിക്കാരുടെ മനസ്സറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിഞ്ഞ ശേഷം എന്നുള്ളതാണ് നിലപാടെന്നറിയുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കിപ്പം തത്സമയം ചേരുന്നത് പ്രജിത് മോഹനാണ്. പ്രജിത്ത്, ഹൈക്കോടതി വിമർശനം അടക്കമുള്ള വിമർശനങ്ങളുടെ അതല്ലെങ്കിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെയൊരു നീക്കവുമായി സർക്കാർ രംഗത്ത് വരുന്നത്? സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനം കേട്ട സാഹചര്യത്തിൽ ഇനി നടപടികൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്ക് സർക്കാർ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ കോടതി വിമർശനം വന്നതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന്, ക്രൈംബ്രാഞ്ചിന് സർക്കാർ കൈമാറിയിരുന്നു. ഇതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തലുകളിൽ ഒരു പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വെളിപ്പെടുത്തലുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് പോലീസ് സംഘം പോയിരിക്കുന്നത്. ഇത്തരം പരാതികളിൽ നേരിട്ട് കേസെടുക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും ഈ മൊഴിപ്പകർപ്പുകൾ, നിലവിൽ മൊഴിപ്പകർപ്പുകളും ഡിജിറ്റൽ തെളിവുകളും പോലീസിന് കൈമാറിയിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ പക്കലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അതിൽ ഈ ഇരകളാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നേരിട്ട സ്ത്രീകളടക്കമുള്ളവർ നൽകിയിട്ടുള്ള മൊഴികളുടെ അസൽ പകർപ്പുകൾ അത് പോലീസിന് കൈമാറും. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും ഇവരൊക്കെ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു, അതും കൈമാറും. ചൊവ്വാഴ്ചക്കുള്ളിൽ കൈമാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും, ഈ മൊഴിപ്പകർപ്പുകൾ കയ്യിൽ ലഭിച്ച ശേഷമായിരിക്കും ഈ പോക്സോ കേസുകൾ നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലും തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ്. കാരണം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1-2 ഇൻസിഡന്റുകളെങ്കിലും ഈ രീതിയിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരാവുന്ന ആരോപണങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ എന്നുള്ളതാണ്. എന്തായാലും ഈ തെളിവുകളൊക്കെ കൈമാറി മൊഴിപ്പകർപ്പുകൾ വരുന്നത് അക്കാര്യത്തിലൊരു തീരുമാനമാകും. എന്തായാലും മറ്റ് ലൈംഗിക ചൂഷണ കേസ് ആരോപണങ്ങളിൽ നേരിട്ട് ചാടിക്കയറി നേരിട്ട് കേസെടുക്കുന്ന രീതിയിലേക്ക് പോലീസ് പോകില്ല എന്നുള്ളതാണ്. കാരണം അതിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ അല്ലെങ്കിൽ ഈ പരാതി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ വെച്ച ആളുകളുടെ നിലപാട് ഇത്തരം ഈ ആരോപണവുമായും അതിലൊരു കേസുമായും മുന്നോട്ട് പോകാനും ഈ അന്വേഷണ നടപടികളോട് സഹകരിക്കാനും അവർ തയ്യാറാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാകുക. ഇതിന് ഈ അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥർ ഇവരെ നേരിട്ട് ബന്ധപ്പെടും, ഫോണിലും മറ്റും. അതിനുശേഷം ഇവരുടെ ഒരു നിലപാട് ആരായും ഇവർക്ക് കേസുമായും പരാതിയുമായും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ, കേസ് രജിസ്റ്റർ ചെയ്തടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അല്ല എങ്കിൽ, അതായത് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എങ്കിൽ അത് രേഖാമൂലം എഴുതി വാങ്ങിച്ചതിന് ശേഷം ആ കാര്യത്തിൽ നടപടികൾ അവസാനിപ്പിക്കും. അതെന്തായാലും ആ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും കോടതിയിലും സർക്കാരിനെയും ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. എന്തായാലും ഈ നേരത്തെ പുറത്തു വന്ന പരാതികളിൽ ഏതാണ്ട് 23 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുള്ള നടപടികളുമായും അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 ഈ ആരോപണം ഉന്നയിക്കുന്നത് വെച്ച് ആരോപണം മുതിർന്ന ആളുകൾക്കെതിരെ കേസെടുത്ത ആളുകളായിട്ടുള്ള മുകേഷിനും രഞ്ജിത്തിനുമെതിരെയൊക്കെയുള്ള കേസുകളുണ്ട്. ആ കേസുകൾ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റ് നടന്മാർക്കെതിരായ വിവിധ ആരോപണങ്ങളിലും ഈ രീതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ അതിലേക്ക് ഒരു തീരുമാനം വന്ന ശേഷമായിരിക്കും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള കാര്യത്തിലും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. പക്ഷേ എന്തായാലും ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വസ്തുത നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നതാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രാഥമിക രൂപം മാധ്യമപ്രവർത്തകരുടെ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ദിവസം തൊട്ട് ജനം TV പറയുന്ന ഒരു കാര്യമുണ്ട്. എത്ര വർഷം, 5 വർഷത്തോളം ഈ റിപ്പോർട്ടിൽ അടയിരുന്ന സർക്കാർ ഇതിൽ പോക്സോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല എന്നുള്ളത്. കാരണം അത്ര വലിയൊരു ക്രിമിനൽ കുറ്റത്തിന് മറ പിടിക്കാൻ സർക്കാർ ശ്രമിച്ചോ എന്നുള്ളൊരു ചോദ്യം
അത്തരമൊരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് അതിൽ നടപടി ഉണ്ടാകാതെ മറച്ചു വെച്ചാൽ അതും ക്രിമിനൽ കുറ്റകൃത്യമായി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം നടപടികൾ ആരാണ് വൈകിപ്പിച്ചത്, അതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ള നീക്കുപോക്കുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകളോ ആരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, ഇക്കാര്യത്തിലെല്ലാം സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന ദിവസങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപ്. ശരി, തീർച്ചയായും. എന്തായാലും മറ്റ് നിർവാഹമില്ലാതെ കേസെടുത്തു എന്ന് പറയിപ്പിക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. കാരണം നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ, വിവാദങ്ങൾ, ഒടുവിൽ ഹൈക്കോടതിയുടെ തന്നെ ഇടപെടൽ, അതിനൊക്കെ ശേഷം നിശ്ചിതമായ വിമർശനം, വളരെ നിശ്ചിതമായ വിമർശനം, ചോദ്യങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ അക്കമിട്ട് ചോദിക്കുകയായിരുന്നു സർക്കാരിനോട്. ശരി, ഇതിനൊക്കെ മറുപടി പറഞ്ഞേ മതിയാവൂ.